friends, welcome back to my YouTube channel. ഞാൻ കുറേയായി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഗേൾസിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. വേറെ ഒന്നല്ല, ഒരു ഹെയർ സ്റ്റൈൽ. അതായത് ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. അവ എങ്ങനെയാ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് മൂന്ന് സാധനങ്ങൾ മാത്രമേ വേണ്ടേ. ഒരു കോമ്പും വേണം, ഇതുപോലെ തന്നെ രണ്ട് ചെറിയൊരു ബുഷും വേണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇത് രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഹെയർ കട്ടാട്ടോ. എന്റെ കയ്യിൽ ഇത് രണ്ടുമാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെ കയ്യിൽ നല്ല വേറെ ഏതെങ്കിലും ടൈപ്പ് ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ എന്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ കോമ്പ് ഉപയോഗിച്ചിട്ട് മുടിനെ നല്ലോണം ഒന്ന് ചീവി എടുത്തിട്ട് എന്തെങ്കിലും ചിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാം. ഇനിയാണ് നമ്മൾ ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇയർ ടു ഇയർ കുറച്ച് ഹെയർ മാറ്റി വെക്കാം. അതിനുശേഷം ഇതാ ബാക്കിൽ ഇതാ ഈ ഒരു കുറച്ച് ഭാഗത്തെ മുടി മാത്രം എടുത്തിട്ട് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം. ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ ചിലപ്പോൾ ഇതൊരു ടഫായിട്ട് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അത്ര വലിയ ടഫ് ഒന്നല്ലേ, സിമ്പിൾ ആണ് കേട്ടോ. ഇതിപ്പോ നിങ്ങളെ കാണിക്കുന്നോണ്ട് തന്നെ ഞാൻ അത്ര വൃത്തിയിലൊന്നും ചീവാണ്ടൊക്കെയാണ് കെട്ടിയത്. നല്ല വൃത്തിക്ക് ചീവിട്ടൊക്കെ കിട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും. ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു ഹെയർ സ്റ്റൈല്. അതിനുശേഷം നമ്മൾ ഇയർ ടു ഇയർ മാറ്റി വെച്ച ആ മുടി ഉണ്ടല്ലോ, അതിനെ നന്നായിട്ടൊന്ന് ചീവി സെറ്റ് ആക്കണേ. അതിനുശേഷം ഇത് രണ്ട് പാർട്ടാക്കി വെച്ച് ആ ഹെയറിനെ എടുത്തിട്ട് നമുക്കിത് അടുത്ത ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കെട്ടി വെക്കണേ. നമുക്കിപ്പോ പെട്ടെന്ന് പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ ഇത് സിമ്പിൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താലും മതി. പിന്നെ എന്താ വെച്ചാൽ ഹെയർ ബാൻഡ് ഒന്നും കാണാണ്ട് നമ്മളെ ഹെയർ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ തോന്നൂലേ, ആ ഒരു രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ് ഇത്. ശേഷം ഇപ്പൊ നമ്മൾ രണ്ടാമത് മേലെ കെട്ടിയ ആ ഒരു കെട്ടുണ്ടല്ലോ, അത് കുറച്ച് ലൂസ് ആക്കണേ. അതിനുള്ളിലൂടെ കൈയിട്ടിട്ട് നമ്മളെ വലത്ത് ഭാഗത്ത് വരുന്ന അടിയിലത്തെ ആ മുടി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് എടുക്കണേ. അതിനുശേഷം നമ്മൾ മേലെ കെട്ടിയ ഒരു ഹെയർ ബാൻഡിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കെട്ടിനെ നേരെ അടിയിലേക്ക് മാറ്റുക. എന്നിട്ട് അവിടുന്ന് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള ഹെയർ സ്റ്റൈല്. അപ്പൊ നമ്മളെ ഹെയർ സ്റ്റൈൽ ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. പിന്നെ എന്താ നമുക്ക് മുന്നിൽ ഇതാ ഇങ്ങനെയൊക്കെ എടുത്തിടാം. നിങ്ങൾ ഏത് ഫ്രണ്ടിൽ നിങ്ങൾ ഏത് ടൈപ്പാണോ ഹെയർ എടുക്കുന്നത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഞാൻ പലപ്പോഴും ഈ വലത്ത് ഭാഗത്തേക്കായിട്ടാണ് ഞാൻ പലപ്പോഴും എടുക്കാറ്. അപ്പൊ ഞാൻ ആ ഒരു സ്റ്റൈലിൽ എടുത്തിട്ടാണ് ബാക്കിൽ കെട്ടിയേക്കുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണോ എടുക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് ബാക്കിൽ ഇതുപോലെ തന്നെ കെട്ടിവെക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മൾക്ക് ലോങ് ഹെയറിനും ഷോർട്ട് ഹെയറിനും ഒക്കെ നമ്മൾക്ക് കെട്ടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഇതിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ അറിയാത്തവരുണ്ടാവും. സിമ്പിൾ ആയിട്ട് എങ്ങനെ ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ എന്താ വിചാരിക്കുക. എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയാണ് വിചാരിക്കുന്നത്, എനിക്കറിയില്ല. അതായത് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ലോങ് ഹെയർ ആണ്, അപ്പോൾ ഒരേ രീതിയിൽ കെട്ടിപ്പോണം. നമുക്ക് ഷോർട്ട് ഹെയർ ആണെങ്കിലാണ് നമ്മൾക്ക് വേറെ പല മോഡലിൽ നമുക്ക് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ലോങ് ഹെയറിനും സിമ്പിൾ ആയിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഞാനും കുറച്ച് ഹെയർ സ്റ്റൈൽ ഒക്കെ നോക്കി വെച്ചിട്ട് അങ്ങനെ കുറച്ച് പഠിച്ചെടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന്. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടാവേ. അതായത് സിമ്പിൾ ഹെയർ സ്റ്റൈലൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഓക്കെ, അതെല്ലാം എങ്ങനെയാ കിട്ടുക അങ്ങനത്തെ ഒക്കെ അറിയാത്തവരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരേ രീതിയിൽ ഹെയർ കെട്ടിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ സിമ്പിൾ വീഡിയോസ് ഇതുപോലെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.